ഗോട്ട് അൺകട്ട് വേർഷൻ OTT-യിൽ വരും. ദൈർഘ്യം 3 മണിക്കൂർ 40 മിനിറ്റ്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് വിജയനെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത കോട്ട്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന വിജയ് സിനിമാ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം റിലീസായ ചിത്രമാണ് കോട്ട്. ഇനി 2 സിനിമകൾ കൂടി പൂർത്തിയാക്കിയാൽ വിജയ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സമയം മാറ്റിവെക്കും. സെപ്റ്റംബർ 5-നാണ് ഗോട്ട് തിയേറ്ററുകളിലെത്തിയത്. ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി 60 കോടിയോളം വരുമാനം നേടി. വെള്ളിയാഴ്ചയിൽ വരുമാനം കുത്തനെ ഇടിഞ്ഞിരുന്നു. എന്നാൽ അവധി ദിനമായ ശനിയാഴ്ച വീണ്ടും വരുമാനമുയർന്നു. വളരെ പെട്ടെന്നാണ് ഗോട്ട് 100 കോടി ക്ലബിൽ പ്രവേശിച്ചത്. ഇന്ത്യയിൽ നിന്ന് മാത്രമായി 200 കോടി വരുമാനത്തിലേക്ക് കടക്കുകയാണ്. 3 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യത്തിന് ഒട്ടേറെ ഭാഗങ്ങൾ നീക്കം ചെയ്താണ് നീളം കുറച്ചത്. ഗോട്ട് OTT-യിൽ എത്തുമ്പോൾ അൺകട്ട് പതിപ്പ് പ്രദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. അൺകട്ട് പതിപ്പിന് 3 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുണ്ടെന്നാണ് തമിഴ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം സിനിമയുടെ 2ാം ഭാഗത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2ാം ഭാഗത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടാണ് ആദ്യ ഭാഗം അവസാനിപ്പിച്ചത്. ഗോട്ട് വേഴ്സസ് OG എന്നായിരിക്കും 2ാം ഭാഗത്തിന്റെ പേര്. 2ാം ഭാഗത്തിൽ വിജയിന് പകരം അജിത്ത് നായകനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്ഷൻ മൂഡിൽ ഒരുങ്ങിയ ഈ ചിത്രം AGS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപാത്തി S അഘോരം, കൽപാത്തി S ഗണേഷ്, കൽപാത്തി S സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത്. മീനാക്ഷി ചൗധരി നായികവേഷം ചെയ്യുന്ന ചിത്രത്തിന്റെ താരനിരയിൽ പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, സ്നേഹ, ലൈല, വൈഭവ്, പ്രേംഗി അമരൻ, അരവിന്ദ്, അജയ് രാജ്, പാർവതി നായർ, കോമൾ ശർമ്മ, യുഗേന്ദ്രൻ, അഭ്യുക്ത മണികണ്ഠൻ, അഞ്ജന കീർത്തി, കെഞ്ച കറുപ്പ് എന്നിവരുമുണ്ട്.